ആരാണ് ഈ റാപ്പർ ബാലൻ ഷാ? നേപ്പാളിലെ പുതിയ തലമുറ തെരുവിലിറങ്ങി ഭരണകൂടത്തെ മുട്ടുകുത്തിച്ച വിപ്ലവത്തിലെ നായകൻ, അടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നയാൾ. എന്തുകൊണ്ടാണ് 35-കാരനായ ബാലൻ ഷായ്ക്ക് ഇത്ര ജനപ്രീതി? എങ്ങനെയാണ് അദ്ദേഹം നേപ്പാളിന്റെ വികാരമായി മാറിയത്? സംഗീതത്തിലൂടെ യുവാക്കളുടെ ഹരമായി മാറിയ, അഴിമതിക്കറ പുരളാത്ത ഒരു രാഷ്ട്രീയത്തിന്റെയും പിൻബലമില്ലാതെ ജയിച്ചു കയറിയ കാഠ്മണ്ഡു മേയർ ബലേന്ദ്ര ഷാ. ഭരണവിരുദ്ധ വികാരത്തിൽ മുങ്ങിയ നേപ്പാളിനെ നയിക്കാൻ നിങ്ങൾക്ക് പിന്നിൽ ഞങ്ങളുണ്ടെന്ന മുദ്രാവാക്യമാണ് സോഷ്യൽ മീഡിയ നിറയെ. യുവാക്കളുടെ ഹരമായി മാറിയ ബലേന്ദ്ര 2022-ലാണ് കാഠ്മണ്ഡു മേയറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതും സ്വതന്ത്രനായി നിന്ന് 61,000-ൽ പരം വോട്ടുകളുടെ പിൻബലത്തിൽ. അന്നു മുതൽ ഇങ്ങോട്ട് ഒരു പാർട്ടിയുടെയും തണലില്ലാതെ ജനങ്ങൾക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ബലേന്ദ്ര ഷായുടെ പ്രവർത്തനങ്ങൾ. 1990-ൽ കാഠ്മണ്ഡുവിൽ ജനിച്ച ബലേൻ നേപ്പാളിൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. ഇന്ത്യയിലെ വിശ്വേശ്വരയ്യ ടെക്നോളജിക്കൽ സർവകലാശാലയിൽ നിന്ന് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം. രാഷ്ട്രീയത്തിൽ ഇറങ്ങും മുൻപ് നേപ്പാളിലെ ഹിപ്ഹോപ്പ് ഗാന രംഗത്ത് സജീവമായിരുന്നു. അഴിമതി, അസമത്വം എന്നിവയ്ക്കെതിരെ പാട്ടുകൾ എഴുതി പാടി. ജൻസി പ്രക്ഷോഭങ്ങൾക്ക് ബലേൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. പ്രക്ഷോഭത്തിനിറങ്ങുന്നവർക്ക് പ്രായപരിധി നിശ്ചയിച്ചിരിക്കുന്നതിനാലാണ് തെരുവിലിറങ്ങാത്തതെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. തലയോട്ടിയിൽ ഒരു മഞ്ഞയും ചുവപ്പും തൊപ്പി. നേപ്പാൾ സർക്കാരിനെ താഴെ ഇറക്കിയ യുവ പ്രക്ഷോഭകാരികളുടെ കൊടിയടയാളമായിരുന്നു ജാപ്പനീസ് അനീമി മാങ്ക പരമ്പരയായ വൺ പീഡീസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പിറന്ന ഈ ചിഹ്നം. സ്വാതന്ത്ര്യം, ധൈര്യം, വിപ്ലവം എന്നിവയുടെ പ്രതീകമായാണ് ഇത് കൊടിയടയാളമായത്. അഴിമതിക്കെതിരായ നിലപാടുകളോടൊപ്പം ഇന്ത്യയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ നടപടികളും ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. 2023-ൽ ഓഫീസിൽ ഗ്രേറ്റർ നേപ്പാൾ എന്ന ഭൂപടം സ്ഥാപിച്ചത് ഇന്ത്യയിൽ പ്രതിഷേധങ്ങൾക്കും ആദിപുരുഷ് എന്ന ചിത്രത്തിലെ ഒരു സംഭാഷണത്തിനെതിരെ കാഠ്മണ്ഡുവിൽ ഇന്ത്യൻ സിനിമകൾ നിരോധിച്ച വിവാദങ്ങൾക്കും ഇടയാക്കിയിരുന്നു. അധികാരമാറ്റത്തിന്റെ നിർണായക ചുവടുവയ്പിന്റെ തീപ്പൊരി ആളുന്നുണ്ട് നേപ്പാളിൽ. പഴയ രാഷ്ട്രീയം മടുത്ത യുവതലമുറ ബലേൻ ഷായിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് സംസാരിക്കുന്ന നേതാവാണ് ബലേൻ ഷാ. അത് തന്നെയാണ് അവരുടെ പ്രതീക്ഷയുടെ കാതലും.